ആരെയും എതിർപക്ഷത്തേക്കുന്ന പാർട്ടി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പാർട്ടിയുടെ അനുമതി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക അനുമതിയുടെ ആവശ്യമേ ഇല്ല. ഞാൻ പറയാം നിങ്ങളോട്, ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ, ഒരു പരിപാടിയിൽ ഒരു സർക്കാർ ഒരു ഔദ്യോഗികമായ പരിപാടിയാണ്, ഒരു ഒഫീഷ്യൽ പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു പാർട്ടിയുടെ അനുമതിയുടെ ആവശ്യമേ ഇല്ല. പങ്കെടുക്കണ്ടെങ്കിൽ പങ്കെടുക്കേണ്ട എന്ന് പാർട്ടി നിർദ്ദേശിക്കും. അയ്യേ അങ്ങ് പോയി പറഞ്ഞ ഈ ആപ്പ ഉപ്പ അതെല്ലാ ടീമിലുണ്ടോ? ഏതില്? അങ്ങയുടെ പാർട്ടിയിൽ നിന്നുണ്ടോ? ഏതില്? ഈ ആപ്പ ഉപ്പയിൽ വിട്ട ഭയങ്കര ബുദ്ധിമാനാണ് നിങ്ങൾ കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇത് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ആളുകൾ സംസാരിക്കുന്നത്, അത് പലരും ഉണ്ടാകും. ഞാൻ മണ്ണാർക്കാട് ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ആർക്കെങ്കിലും വല്ല പരിക്കും സംഭവിക്കുമോ, ആർക്കെങ്കിലും വല്ല ദൗർബല്യവും പറ്റുമോ എന്ന് ഭയപ്പെടുന്ന ആളുകൾ ഉണ്ടാകാം. ഒരു കാര്യം കൂടി, ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി താങ്കൾ വരുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് അതിനോട് പ്രതികരിക്കുന്നത് സിപിഎമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയോ ലോക്കൽ സെക്രട്ടറിയോ ആണെന്നാണ്. അങ്ങനെ പറഞ്ഞതിനോട് എന്താണ് പ്രതികരണം? അല്ല, എനിക്കതിനെ പറ്റി അറിയില്ല. അതേ അങ്ങനെ പറഞ്ഞത് എനിക്കറിയാം. എന്താ പറഞ്ഞേ? താങ്കൾ വരുന്നതുമായി ബന്ധപ്പെട്ട പ്രതികരിക്കേണ്ടത് ബ്രാഞ്ച് സെക്രട്ടറിയോ ലോക്കൽ സെക്രട്ടറിയോ ഒക്കെയാണ് എന്നുള്ളതാണ്. എനിക്കറിയില്ല കേട്ടോ. അത് ഈ കോൺഗ്രസിലേക്ക് പോകുന്നുള്ള വാർത്തകൾ എവിടെ നിന്നാണ് വരുന്നത്? എനിക്കറിയില്ല. എവിടെ ഉപതെരഞ്ഞെടുപ്പ്? അന്ന് ഞാൻ മറുപടി പറഞ്ഞല്ലോ. ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ മറുപടി പറഞ്ഞു. അങ്ങനെ യാതൊരു കരിമ്പുഴ പഞ്ചായത്തിലെ പരിപാടിയിൽ, എൻ്റെ പഞ്ചായത്താണെന്നതേ, എൻ്റെ പഞ്ചായത്തിൽ പരിപാടിക്ക് ക്ഷണിച്ചാൽ ആ പരിപാടിയിൽ നിന്ന് അവിടെ സൗകര്യമുണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കണ്ടേ? ഇപ്പോൾ ഒരു പരിപാടിയിൽ നാളെ എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് നാളെ പങ്കെടുക്കാൻ പറ്റില്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം, കുടുംബപരമായിട്ടുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. എനിക്ക് അസൗകര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ പങ്കെടുക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും. വി കെ ശ്രീകണ്ഠൻ താങ്കളെ സ്വാഗതം ചെയ്യുന്ന, യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്യുന്ന തലത്തിലുള്ള അങ്ങനെ ഒരു മീനിങ് വരുന്ന, ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന ഒരു പ്രസംഗമാണ് നടത്തിയത്. അദ്ദേഹത്തിനോട് പിന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചോ? അയ്യേ, എന്തൊക്കെയോ ഒരു സൂചനകൾ നൽകുന്ന രീതിക്കാണ് ശ്രീകണ്ഠൻ പറഞ്ഞത്. എന്താണ് ഒരു ഷർട്ടിൻ്റെ? നിങ്ങൾ എന്നെ എത്ര കാലമായിട്ട് കാണുന്നു? ഞാൻ ഇന്ന് നീല ഷർട്ട് ഇട്ടു, നാളെ ഇടയ്ക്ക് ചുവന്ന ഷർട്ട് ഇടും, അടുത്ത ദിവസം ഞാൻ പച്ച ഷർട്ട് ഇടും, ഇടയ്ക്കൊരു വെള്ള ഷർട്ട് ഇടും, ഒരു കളറിനോടും ഇടയ്ക്ക് കറുത്ത ഷർട്ട് ഇടും. ഇതൊക്കെ ഈ എല്ലാ നിറങ്ങളോടും എനിക്ക് വലിയ താല്പര്യമുള്ളത്. 7 അടകളുള്ള കറുപ്പിനോട് കുറച്ച് അധികം താല്പര്യമുള്ളത്. അല്ലല്ല, പ്രത്യയശാസ്ത്രത്തോട് അങ്ങനെയല്ലല്ലോ. ഒരു പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ നിൽക്കുന്നത്. നിലവിൽ താങ്കളുടെ KTDC ചെയർമാൻ സ്ഥാനം ഒഴിവാക്കാനും താങ്കൾക്ക് നിലവിലുള്ള പാർട്ടിയുടെ മറ്റു സംഘടനാ ചുമതലകളിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട്. എനിക്കറിഞ്ഞൂടാ, എനിക്കറിയില്ല. എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്കറിയില്ല. എനിക്കറിയുമെങ്കിൽ ഞാൻ മറുപടി പറയാം. എനിക്കറിയാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചെയർമാൻ സ്ഥാനത്ത് തുടരും. അല്ല, ഇപ്പം ചെയർമാൻ ആണല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ ചോദിക്കുന്നത്? CPM ഇപ്പം നിങ്ങൾ CPM-ലാണോ എന്ന് ചോദിക്കുന്നത് പോലെയുള്ള ഒരു ചോദ്യമാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. ഇപ്പം ചെയർമാനാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റിൽ ഐ ആം ദ ചെയർമാൻ ഓഫ് KTDC. അപ്പോൾ അത് തുടരുമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. അത് മാറ്റാത്തിടത്തോളം കാലം ഞാൻ അതിലുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? അപ്പോൾ എന്താ പറയാ? ഏത് കോൺഗ്രസ്സുകാരൊന്നും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്നോട് അങ്ങനെ നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളുകളല്ല കോൺഗ്രസ്സുകാർ. എന്നെക്കുറിച്ച് അവർക്കറിയാം. പക്ഷെ വ്യക്തിപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങളോട് ഞാൻ ചില സമയത്ത്, മീഡിയാസിനോട് ചില സമയത്ത് ഞാൻ, നിങ്ങളോടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, നിങ്ങൾ കുറേ ആളുകൾ ഇപ്പോൾ പുതുതായി വന്ന ആൾക്കാരാണ്. പക്ഷേ നേരത്തെ ചില സന്ദർഭങ്ങളിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. പൊട്ടിത്തെറിക്കുമ്പോഴും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വളരെ വലിയ സൗഹൃദം കാണിക്കുന്നയാളാണ്. എനിക്ക് സ്ഥിരമായിട്ട് അങ്ങനെ ഒരു വിരോധമൊന്നും വെച്ച് പുലർത്തുന്ന ഒരാളല്ല ഞാൻ. പിന്നെ കുറേ ആളുകൾ ഞാനെന്തോ ഒരു ദാർഷ്ട്യക്കാരനും കുറേ പട്ടങ്ങളൊക്കെ ചില ആളുകൾ ബോധപൂർവ്വം എനിക്ക് ചാർത്തി തന്നതാണ്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പാവം മനുഷ്യൻ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഒരുപാട് പേര് ആക്രമിക്കുന്നു സൈബർ ഇടത്തിൽ പോലും. അത്തരത്തിലുള്ള ആളുകൾ തന്നെയാണോ ഈ കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്ക് പിന്നിലെന്ന് കരുതുന്നുണ്ട്? തീർച്ചയായിട്ടും അവർക്കതിലൊരു വലിയ പങ്കുണ്ട്. സൈബർ ആക്രമണത്തിൽ ആരൊക്കെയാണോ സജീവമായി നിൽക്കുന്നത് അവർക്ക് സ്വാഭാവികമായും ആലോചിച്ചാൽ, നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചറിയാം, അവർ തന്നെ ആയിരിക്കണം ഈ പ്രചരണത്തിൻ്റെ പുറകിൽ.